Welcome back to Bosco Campus Session. This is Ansi, Assistant Professor, Department of Computer Application, Don Bosco College, Kottayam. This is the 20th lecture of Digital Marketing, topic Importance of E-Banking. In the previous lectures, we are discussing what is E-Banking, what are its features and also what are its services. The importance of E-Banking. The importance of electronic banking for banks, individual customers and businesses separately. Mainly three important areas are to be discussing. First one banks, second one customers and third one businesses. First one banks, second one customers and third one businesses. First area is banks. First one, lesser transaction cost. Electronic transactions are the cheapest mode of transaction. ട്രാൻസാക്ഷൻ കോസ്റ്റ് എപ്പോഴും എന്തായിരിക്കും, കുറവായിരിക്കും. ഇലക്ട്രോണിക് വഴിയാണ് നമ്മൾ ട്രാൻസാക്ഷൻസ് നടക്കുന്നത്. അതായത് ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻസ് ആണ് നടത്തുന്നതെങ്കിൽ ട്രാൻസാക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നതായിരിക്കും വളരെ ലോ ആയിരിക്കും വിത്ത് കമ്പയർ ടു ദ ട്രഡീഷണൽ ട്രാൻസാക്ഷൻ. സെക്കൻഡ് പോയിൻറ്റ്, എ റെഡ്യൂസ്ഡ് മാർജിൻ ഫോർ ഹ്യൂമൻ എറർ. Since the information is relayed electronically, there is no room for human error. ഹ്യൂമൻ എറർ എന്ന് പറയുന്നത് എന്തായിരിക്കും, എപ്പോഴും ലോ ആയിരിക്കും. ഇലക്ട്രോണിക് ബാങ്കിങ് ആണെങ്കിൽ ദ ഇൻഫോർമേഷൻ ഈസ് റിലേഡ് ഇലക്ട്രോണിക്കലി, ദർ ഈസ് നോ റൂം ഫോർ ഹ്യൂമൻ എറർ. അതായത് ട്രഡീഷണൽ വേയിലാണ് നമ്മൾ ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തുന്നതെങ്കിൽ എന്തായിരിക്കും, എറർ വരാൻ ഒരുപാട് സാധ്യത വളരെ കൂടുതലാണ്. Third one, lesser paperwork. Digital records reduce paperwork and make the process easier to handle. Also, it is environment friendly. അതായത് ഇ ബാങ്കിങ് വന്നതോട് കൂടിയിട്ട് പേപ്പർ വർക്കുകളെല്ലാം എന്ത് ചെയ്തു, റെഡ്യൂസ് ചെയ്തു. അതിന് ശേഷമാണെങ്കിൽ ചെയ്യുന്ന പ്രോസസ്സ് എല്ലാം എന്തായിരിക്കും, ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനും സാധിക്കുന്നു. ട്രാൻസാക്ഷൻസ് ഫാസ്റ്റായിട്ട് നടത്താൻ സഹായിക്കുന്നു. പിന്നെന്താ, ട്രഡീഷണലി ഒരു ചെക്ക് നമ്മളെന്തായിരിക്കും നെക്സ്റ്റ് ഡേയിൽ ബാങ്ക് റെപ്രസെൻറ്റേറ്റീവ്സ് ക്ലിയറൻസ് സെൻറ്ററിൽ എത്തി അവിടെ ഇരുന്നായിരുന്നു ചെക്ക് ക്ലിയറൻസ് ചെയ്തിരുന്നിരുന്നത്. എന്നാൽ ഡിജിറ്റൽ റെക്കോർഡ്സ് വന്നതോട് കൂടിയിട്ട് ഫാസ്റ്റായിട്ട് ഈ പ്രോസസ്സുകളെല്ലാം ഇമ്മീഡിയറ്റ്ലി എന്തായിരുന്നു ചെയ്ത് തീർക്കാൻ സഹായിക്കുന്നു. എക്സാമ്പിളാണ് ഇ ചെക്ക്, ഇ ക്യാഷ്, ATM കാർഡ്, ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ തുടങ്ങിയവ. അതോടൊപ്പം ബാങ്കിൻ്റെ എല്ലാ പ്രോസസ്സുകളും ഓൺലൈൻ ആക്കിയത് കൊണ്ട് തന്നെ പേപ്പർ വർക്ക്സുകൾ നന്നേ കുറവാണ്. സോ ഡിജിറ്റൽ റെക്കോർഡ്സ് റെഡ്യൂസ് പേപ്പർ വർക്ക് ആൻഡ് മേക്ക് ദ പ്രോസസ് ഈസിയർ ടു ഹാൻഡിൽ. നെക്സ്റ്റ് വൺ, റെഡ്യൂസ്ഡ് ഫിക്സഡ് കോസ്റ്റ്. എ ലെസർ നീഡ് ഫോർ ബ്രാഞ്ചസ് വിച്ച് ട്രാൻസ്ലേറ്റ്സ് ഇൻ ടു എ ലോവർ ഫിക്സഡ് കോസ്റ്റ്. ഈ ബാങ്കിങ് വന്നതോട് കൂടിയിട്ട് ഈ സബ് ബ്രാഞ്ചുകളൊക്കെ എന്തായിരുന്നു നന്നേ കുറവാണ്. A lesser need for branches which translate into a lower fixed cost. അതുകൊണ്ട് തന്നെ ബാങ്കിൻ്റെ ഫിക്സഡ് കോസ്റ്റിൽ ഒരു കുറവ് വന്നു. ദെൻ മോർ ലോയൽ കസ്റ്റമേഴ്സ്. സിൻസ് ഇ ബാങ്കിങ് സർവീസസ് ആർ കസ്റ്റമർ ഫ്രണ്ട്ലി, ബാങ്ക്സ് എക്സ്പീരിയൻസ് ഹയർ ലോയാലിറ്റി ഫ്രം ഇറ്റ്സ് കസ്റ്റമേഴ്സ്. ഇ ബാങ്കിങ് വന്നതോട് കൂടിയിട്ട് ഒരു യൂസർ ഫ്രണ്ട്ലി എൻവയോൺമെൻറ്റ് ബാങ്കിങ്ങിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. സോ banks experience higher loyalty from its customer side. These are the importance of e-banking in bank sector. In customer side, first one, convenience. A customer can access his account and transact from anywhere 24/7/365. ഒരു കസ്റ്റമറുടെ സൈഡിൽ നിന്നും ബാങ്കിലെ എന്ത് പ്രോസസ്സിങ്ങും നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നടത്താൻ സഹായിക്കുന്നു. അതായത് എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് നടത്തണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫണ്ടൊക്കെ വിഡ്രോ ചെയ്യണമെങ്കിലോ ഒരാളുടെ അക്കൗണ്ടിൽ നിന്നും വേറൊരാളുടെ അക്കൗണ്ടിലോട്ട് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനുമെല്ലാം ഏത് സമയത്ത് വേണമെങ്കിലും സാധിക്കുന്നു. അത് നമുക്ക് ഈവൻ ബാങ്കിൽ പോവാതെ തന്നെ എവിടെ ഇരുന്ന് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് 24/7/365 ഡേയ്സും ഇത് വർക്കിംഗ് ആണ്. ട്രഡീഷണൽ ബാങ്കിങ് സിസ്റ്റം ആയിരുന്ന സമയത്ത് എന്തായിരുന്നു, അവധി ദിവസങ്ങളിലൊന്നും നമുക്ക് ട്രാൻസാക്ഷൻസ് ഒന്നും നടത്താനൊന്നും പറ്റത്തില്ലായിരുന്നു. ഇപ്പോൾ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നു. സെക്കൻഡ് വൺ, ലോ കോസ്റ്റ് പെർ ട്രാൻസാക്ഷൻ.
Since the customer does not have to visit the branch for every transaction, it saves him both time and money. അതായത് നേരത്തെ ട്രഡീഷണൽ വേയിലാണെങ്കിൽ ഓരോ ട്രാൻസാക്ഷൻസ് നടത്തണമെങ്കിലും അവരെന്ത് ചെയ്യണം, ബാങ്കിൽ പോകണമായിരുന്നു. എന്നാൽ ഇപ്പോഴാണെങ്കിലോ ബ്രാഞ്ചിൽ വിസിറ്റ് ചെയ്യാതെ തന്നെ ഏത് ട്രാൻസാക്ഷൻസും ഏത് സമയത്തും എവിടെ ഇരുന്ന് വേണമെങ്കിലും നമുക്ക് നടത്താം. ഓരോ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ ബാങ്ക് വിസിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമുക്ക് ബാലൻസും അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം എന്ത് ചെയ്യുന്നു, അറിയാൻ പറ്റുന്നു. അതുകൊണ്ട് തന്നെ ടൈമും മണിയും എന്ത് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. അതാണ് പറഞ്ഞിരിക്കുന്നത് ലോ കോസ്റ്റ് പെർ ട്രാൻസാക്ഷൻ. ഓരോ ട്രാൻസാക്ഷനിലും നമുക്ക് കോസ്റ്റ് എന്ത് ചെയ്യുന്നു, ലോ ചെയ്യാൻ പറ്റുന്നു. നെക്സ്റ്റ് വൺ, നോ ജോഗ്രഫിക്കൽ ബാരിയേഴ്സ്. In traditional banking systems, geographical distances could hamper certain banking transactions. However, with e-banking, geographical barriers are reduced. ട്രഡീഷണൽ ബാങ്കിങ് സിസ്റ്റത്തിലാണെങ്കിൽ എന്താണ്, ജോഗ്രഫിക്കൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, ഒരു കസ്റ്റമറെ അത് അഫക്റ്റ് ചെയ്തിരുന്നു. എന്നാൽ ഈ ബാങ്കിങ് വന്നതോട് കൂടിയിട്ട് ജോഗ്രഫിക്കൽ ബാരിയേഴ്സ് എന്ത് ചെയ്യുന്നു, റെഡ്യൂസ് ചെയ്യാൻ സഹായിച്ചു. കാരണം എന്തായെങ്കിലും എത്ര ദൂരേക്ക് വേണമെങ്കിലും നമുക്ക് ട്രാൻസാക്ഷൻസ് നടത്താൻ എന്ത് ചെയ്യുന്നു, ഈ ബാങ്കിങ് വഴി പറ്റുന്നു. ഇപ്പോൾ ബാങ്കിങ് സിസ്റ്റത്തിൽ ഒരു ജോഗ്രഫിക്കൽ ബാരിയർ ഇല്ലാതായി എന്ത് വന്നതോട് കൂടിയിട്ട്, ഈ ബാങ്കിങ് വന്നതോട് കൂടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് വൺ കൺവീനിയൻസ്, സെക്കൻഡ് വൺ ലോവർ കോസ്റ്റ് പെർ ട്രാൻസാക്ഷൻ, തേർഡ് വൺ ഈസ് നോ ജോഗ്രഫിക്കൽ ബാരിയേഴ്സ്. These are the importance of e-banking in customer side. Then in business side, the importance are in first one, lower cost. Usually cost in banking relationships are based on the resource utilized. If a certain business requires more assistance with wire transfers, deposits, etc., then the bank charges it higher fees. With online banking, these expenses are minimized. അതായത് നോർമലി ബാങ്കിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് എത്രമാത്രം സർവീസ് യൂസ് ചെയ്തു അല്ലെങ്കിൽ റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്തു എന്നതിനെ ആസ്പദമാക്കിയാണ്. ഇതനുസരിച്ചാണ് ഫീസ് പോലും ബാങ്ക് ഡിസൈഡ് ചെയ്യുന്നത്. എന്നാൽ ഓൺലൈൻ ബാങ്കിങ് വന്നതോട് കൂടിയിട്ട് ഈ എക്സ്പെൻസസ് എല്ലാം മിനിമൈസ്ഡ് ആയി. നെക്സ്റ്റ് വൺ ഈസ് ലെസർ എറേഴ്സ്. ഇലക്ട്രോണിക് ബാങ്കിങ് ഹെൽപ്സ് reduce errors in regular banking transactions. Bad handwriting, mistaken information, etc. can cause errors which can prove costly. Also, easy review of the account activity enhances the accuracy of financial transactions. സാധാരണയുള്ള ബാങ്കിങ് ട്രാൻസാക്ഷനെ അപേക്ഷിച്ച് ഇലക്ട്രോണിക് ബാങ്കിങ് വഴിയുള്ള ട്രാൻസാക്ഷന് ഒരു എന്ത് ചെയ്യുന്നു, മിനിമൈസ് ചെയ്യാൻ സഹായിക്കുന്നു. നോർമൽ ഹാൻഡ് റിട്ടൺ മിസ്റ്റേക്കും റോങ് ഇൻഫർമേഷൻസ് ഒഴിവാക്കാൻ ഒരു പരിധി വരെ എന്ത് ചെയ്യുന്നു, ഇലക്ട്രോണിക് ബാങ്കിങ് കൊണ്ട് നമുക്ക് സാധ്യമാകുന്നു. ഫസ്റ്റ് വൺ ലോവർ കോസ്റ്റ്, സെക്കൻഡ് വൺ ലെസർ എറേഴ്സ്. നെക്സ്റ്റ് വൺ അക്കൗണ്ട് റിവ്യൂസ്. ബിസിനസ് ഓണേഴ്സ് and designated staff members can access the accounts quickly using an online banking interface. This allows them to review the account activity and also ensure the smooth functioning of the account. ബിസിനസ് ഓണേഴ്സും ഡെസിഗ്നേറ്റഡ് സ്റ്റാഫ് മെമ്പേഴ്സിനും അക്കൗണ്ട് വളരെ ഫാസ്റ്റായിട്ട് ഓൺലൈനിൽ ആക്സസ് ചെയ്യാൻ സഹായിക്കുന്നു. ഇതുകൊണ്ട് തന്നെ ബാങ്കിങ് ട്രാൻസാക്ഷൻസ് വളരെ സ്മൂത്തായിട്ട് നടത്തുവാനും ക്വാളിറ്റി ഓഫ് സർവീസ് അഷ്വർ ചെയ്യാനും സഹായിക്കുന്നു. They can easily access the accounts quickly using on online banking interface. It ensures the smooth functioning of the account. Next one, better productivity. Electronic banking improves productivity. It allows the automation of regular monthly payments and a host of other features to enhance the productivity of the business. ഈ ബാങ്കിങ് കൊണ്ട് തന്നെ ബിസിനസ്സിലെ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നു. റെഗുലറായി മന്ത്ലി പേയ്മെൻറ്റ്സ് നടത്തുന്നവർ ഓർഗനൈസേഷൻ അവരുടെ പേയ്മെൻറ്റ്സ് ഓൺലൈനിൽ ഓട്ടോമാറ്റിക്കലി സിസ്റ്റം തന്നെ പ്രോസസ്സ് ചെയ്യുന്നത് കൊണ്ട് ബെറ്റർ പ്രൊഡക്ടിവിറ്റി അഷ്വർ ചെയ്യാൻ സാധിക്കുന്നു. ഇതുവരെ നമ്മൾ നോക്കിയത് ലോവർ കോസ്റ്റ്, ലെസർ എറേഴ്സ്, അക്കൗണ്ട് ബെറ്റർ പ്രൊഡക്ടിവിറ്റി. നെക്സ്റ്റ് വൺ ഈസ് റെഡ്യൂസ്ഡ് ഫ്രോഡ്. Electronic banking improves a digital footprint for
all employees who have the right to modify banking activities. Therefore, the business has better visibility into its transactions, making it difficult for any fraudsters to play mischief. ഇലക്ട്രോണിക് ബാങ്കിങ് കൊണ്ട് ഫ്രോഡ് ആക്ടിവിറ്റീസ് ഇല്ലാതാക്കാൻ കഴിയുന്നു. കാരണം ഓരോ യൂസേഴ്സിനും ഇൻഡിവിജ്വൽ ലോഗിൻസും പാസ്വേഡും സെറ്റ് ചെയ്യാൻ സാധിക്കുകയും അതൊരു ഫിക്സഡ് ടൈമിൽ തന്നെ ചേഞ്ച് ചെയ്ത് സെക്യൂറായിട്ട് യൂസ് ചെയ്യാനും സാധിക്കുന്നു. ഇതുകൊണ്ട് തന്നെ ഒരു ബെറ്റർ വിസിബിലിറ്റി ട്രാൻസാക്ഷൻ ലഭിക്കുന്നു. ഈ ബാങ്കിങ്ങിൽ കസ്റ്റമേഴ്സിനും ബാങ്കർക്കും ഒരുപോലെ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. ദ മേജർ ഏരിയാസ് ദാറ്റ് ഫെസിലിറ്റേറ്റ് the importance of e-banking are: first one, bank; second one, customers; and third one is businesses. Today's assignment question is: explain the importance of e-banking.